ഗ്രീക്ക് പുരാണങ്ങളിൽ അരാക്നെ എന്നൊരു പെൺകുട്ടിയുണ്ടായിരുന്നു. അരാക്നെ ഒരു അത്ഭുതകരമായ നെയ്ത്തുകാരിയായിരുന്നു. അവളുണ്ടാക്കിയ തുണികൾ അത്രയും പൂർണ്ണതയുള്ളതായിരുന്നു. ആളുകൾ പറഞ്ഞു, ഇത്ര കഴിവ് മനുഷ്യർക്കുണ്ടാക്കില്ല. ഇത് അധീന ദേവിയുടെ അനുഗ്രഹമായിരിക്കണം. പക്ഷേ അരാക്നെ അത് നിഷേധിച്ചു. അവൾ പറഞ്ഞു, എനിക്ക് ആരുടെയും അനുഗ്രഹം വേണ്ട. അധീന വന്നാലും ഞാൻ അവളോട് മത്സരിക്കും. ഈ വാക്കുകൾ അധീന കേട്ടു. ഒരു വയോധിക സ്ത്രീയുടെ രൂപത്തിൽ അധീന അവളുടെ അടുത്തെത്തി. അവളോട് പറഞ്ഞു, ദേവിയെ വെല്ലുവിളിക്കരുത്, ക്ഷമ ചോദിക്കൂ. പക്ഷേ അരാക്നെ ചിരിച്ചു. അവൾ ദേവിയാണെങ്കിൽ നേരിട്ട് വന്നാൽ മതി. ഇപ്പോൾ ആ വയോധിക രൂപം മാറി. മുന്നിൽ നിന്നത് നെയ്ത്തിന്റെയും ജ്ഞാനത്തിന്റെയും ദേവിയായ അധീന. മത്സരം തുടങ്ങി. അധീന ദേവന്മാരുടെ മഹത്വം നെയ്ത്തു. അരാക്നെ ദേവന്മാരുടെ വഞ്ചനകളും ക്രൂരതകളും നെയ്ത്തു. അരാക്നെയുടെ തുണി പൂർണ്ണതയായിരുന്നു. പിഴവൊന്നുമില്ല. അധീനയ്ക്കും അത് നിഷേധിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ദൈവങ്ങളെ അപമാനിച്ചതും അരാക്നെയുടെ അഹങ്കാരവും അധീനയുടെ ക്രോധമുണർത്തി. അവൾ അരാക്നെയുടെ തുണി കീറി അവളെ അപമാനിച്ചു. ഈ അപമാനത്തിന് ശേഷം അരാക്നെ ജീവനൊടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ അധീന ഇടപെട്ടു. അവൾ പറഞ്ഞു, നീ ജീവിക്കും, പക്ഷേ എന്നേക്കുമായി തൂങ്ങി നീയും. ആ നിമിഷം അരാക്നെയുടെ ശരീരം മാറി. അവൾ ഒരു ചിലന്തിയായി. എന്നേക്കുമായി നീയാൻ, എന്നേക്കുമായി തൂങ്ങി ജീവിക്കാൻ. ഇതാണ് അരാക്നെയുടെ കഥ.